സോ നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോഗ് പോസ്റ്റിൽ ക്രിയേറ്റ് വർക്ക് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ക്രിയേറ്റ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് കൊടുക്കാം കോഡ്. ലൈക്ക് നമുക്ക് ഇവിടെ തന്നെ നമ്മൾ ഈ HTML PHP ഇത് കൊടുത്ത പോലെ തന്നെ നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം. ബട്ട് ഈ വട്ടം നമ്മൾ അതിൽ തന്നെ ചെയ്യുന്ന കുറേ നമ്മൾ പ്രാക്ടീസ് ചെയ്തല്ലോ, ട്രൈ ചെയ്തല്ലോ. നമുക്ക് ഇനി വേറൊരു പേജിലേക്ക് ഈ ഫോം ഡാറ്റ കൊണ്ടുപോയിട്ട് അവിടെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരണം, ആ ഒരു രീതി നോക്കാം. ഓക്കെ, സോ ഇത് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വേണമെങ്കിൽ അജാസൊക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ബട്ട് ഇപ്പോഴത്തേക്ക് പഠിക്കുന്നതിന് വേണ്ടി, ലേണിംഗ് ടാസ്കിന് വേണ്ടി നമുക്ക് അതും കൂടെ ട്രൈ ഔട്ട് ചെയ്യാം. സോ ഐ തിങ്ക് ദിസ് വിൽ ബി ലൈക്ക് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരാം. അത് എങ്ങനെയാണെന്ന് വർക്കിംഗ് മനസ്സിലാക്കാൻ വേണ്ടി. സോ നമ്മൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയൊക്കെ സെറ്റ് ചെയ്തിരുന്ന് നമ്മളുടെ ഓക്കെ ഫോം ഗെറ്റാണ്, ആക്ഷനാണ് നമുക്ക് ഏത് പേജിലേക്ക് പോവും ഇല്ലയോ എന്നൊക്കെ നമുക്ക് പറയാൻ സഹായിക്കുന്നത്. സോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു പേജ് ഉണ്ടാക്കാം നമ്മുടെ ഡാഷ്ബോർഡിനുള്ളിൽ തന്നെ. ക്രിയേറ്റ് ബ്ലോഗ്. ഓക്കെ, എന്നൊരു PHP ഫയൽ ഉണ്ടാക്കാം. ക്രിയേറ്റ് ബ്ലോഗ് .php. ഓക്കെ, ക്രിയേറ്റ് ബ്ലോഗ് .php എന്നൊരു ഫയൽ ഉണ്ടാക്കി. ഞാൻ അതിൻ്റെ പാത്ത് ഇവിടെ സെറ്റ് ചെയ്യുകയാണ്. ഇവിടുത്തെ ആക്ഷനിൽ ഓക്കെ, ഞാനിവിടെ ആക്ഷനിൽ സെറ്റ് ചെയ്തു. ഇപ്പം നമ്മൾ ഇൻപുട്ടിൽ ബട്ടൺ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങാടേക്ക് പോകും ഓട്ടോമാറ്റിക്കലി. ഓക്കെ അല്ലേ? സോ നമുക്ക് ഒരു ചേഞ്ചസ് കൊടുത്താൽ ഫോം അവസാനിപ്പിക്കുന്നത് നമുക്ക് ഓക്കെ ഇവിടെ നോക്കാം. ഓക്കെ, സോ സേവ് ചേഞ്ചസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്തോട്ടെ. ഇനി ഇത് നമുക്ക് സബ്മിറ്റ് എന്നാക്കാം. ഓക്കെ, ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സേവ് ചേഞ്ചസ് നോക്കി കഴിയുമ്പോൾ അപ്പുറത്ത് പോയിട്ട് സാധനം വർക്ക് ചെയ്യും. അതാണ് സേവ് ചേഞ്ചസ് നമ്മൾ അങ്ങാടേക്ക് ആക്കിയത്, സബ്മിറ്റ് ആക്കാൻ വേണ്ടി നോക്കിയതും ഫോം അടിയിലേക്ക് കൊണ്ടുവന്നതും. സോ നമുക്ക് നോക്കാം എന്തൊക്കെയെല്ലാം വർക്കായെന്ന്. സോ നമ്മൾ ഇതൊക്കെ ഓക്കെ ആയി കണ്ടില്ലേ. ഇപ്പോൾ നമ്മൾ ഇങ്ങാടേക്ക് നമ്മുടെ പേജ് റൗട്ട് ചെയ്ത് വന്നു. ആൻഡ് ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ നമുക്കിവിടെ വന്നു. മറ്റേ ബ്ലോഗ് പോസ്റ്റ് വരാത്തത് ഞാൻ നെയിം ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. കേട്ടോ, നെയിം കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ വരാതിരുന്നത്. സോ നമുക്ക് അവിടെ നെയിമും കൂടെ കൊടുക്കാം. ലൈക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് പേരിടാം. ആൻഡ് നൗ ഫൈൻ, നമുക്ക് ടെക്സ്റ്റ് ഏരിയയും ഡാറ്റ ഉണ്ട്. ഓക്കെ, അതും ഓക്കെ ഇല്ലേ. ഇനി നമുക്ക് നമ്മുടെ വർക്ക് തുടങ്ങാം. ഓക്കെ, സോ നമ്മളുടെ ഇവിടെ അല്ലാണ്ട് നമുക്കിപ്പോൾ നോക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റിൻ്റെ ഉള്ളിൽ ടൈറ്റിൽ ഞാൻ വെബ് ഡെവലപ്മെൻറ്റ് ടൈറ്റിൽ എഴുതി. ആൻഡ് ടു ഡെവലപ്പ് എ website. Okay, this is a way where you can develop a website on your own. Okay, ഞാൻ ചെയ്തു. ഇനി സേവ് ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, നമുക്കിവിടെ മുകളിൽ ഡാറ്റയിൽ അല്ലേ ടു ഡെവലപ്പ് എ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ടൈറ്റ്. ഓ വെയിറ്റ് ഐ നോ വാട്ട് ഐ ഡിഡ്. ഞാൻ റീലോഡ് ചെയ്തില്ല. മറ്റേ പോസ്റ്റിനോട് നെയിം കൊടുത്തു, പക്ഷെ ഞാൻ റീലോഡ് ചെയ്തില്ല. അതായത് അവിടെ പറഞ്ഞ് പണി കിട്ടിയത്. ആൻഡ് ടു ഡെവലപ്പ് എ വെബ്സൈറ്റ് ദിസ് ഈസ് എ പേജ് ടു ഡെവലപ്പ് എ വെബ്സൈറ്റ്. സോ ഞാൻ കൊടുത്തു. ഇപ്പോൾ ഓക്കെ കേട്ടോ, പോസ്റ്റ് ദിസ് ഈസ് ദ പേജ് ടു ഡെവലപ്പ് എ വെബ്സൈറ്റ്. ഓക്കെ, നമുക്ക് ഡാറ്റ കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുത്തു. നമുക്ക് ഇനി ഇവിടെ എക്സിക്യൂഷൻ നടത്തിയിട്ട് തിരിച്ചപ്പുറത്തേക്ക് പോകാം. ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് കൊടുക്കാം ഫസ്റ്റ്. കാരണം സോ നമുക്ക് ഫസ്റ്റ് ഇഫ് കൊടുക്കാം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാണ്ട് ഡാറ്റ വന്നു കഴിഞ്ഞു. ഇപ്പം നമ്മൾ ക്രിയേറ്റ് PHP അല്ലാണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇഫ് ഇൻ കേസ് നമ്മൾ ഡാറ്റ ഇല്ലാണ്ട് ഇപ്പം ഇവിടെ ഇങ്ങനെ ഡാറ്റ ഇല്ലാണ്ട് ഒരു ഗെറ്റ് ഡാറ്റ ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ എറർ അടിക്കും.
കാരണം നമ്മൾ പലയിടത്തും ആ ഗെറ്റ് ഡാറ്റ ആക്സസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആ ആക്സസ് ചെയ്യാൻ പറ്റാത്തപ്പോൾ PHP എറർ അടിക്കും. സോ ആ എറർ അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇഫിൽ ഈ സാറ്റ് ഇത് കൊടുക്കും. എന്നിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ഈ സെറ്റ് ദെൻ നമ്മളുടെ ഡാറ്റ പോസ്റ്റ് ദെൻ നമുക്ക് ഏതാണ് നമുക്ക് ഡാറ്റ ഉള്ളത്? ടൈറ്റിൽ അല്ലേ? ടൈറ്റിൽ ഉണ്ടെങ്കിൽ ഉള്ളിലേക്ക് വരാം. ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ലൈക്ക് റിയലി ചെക്ക് ചെയ്ത് നോക്കാം. ദിസ് ഈസ് ഇൻസൈഡ്. ഓക്കെ, ഓ സോറി, ഇൻസൈഡ് ചെക്ക് ചെയ്ത് നോക്കാം. ഓ വരുന്നില്ല, ഉള്ളിലേക്ക് വരുന്നില്ല. ഐ ഹോപ്പ് ഓക്കെ. ഓ സോറി, നമ്മൾ പോസ്റ്റാണ് ഉപയോഗിച്ചത്, അതുകൊണ്ടാണ് ഉള്ളിലേക്ക് വരാതിരുന്ന. നമ്മ ഗെറ്റിലല്ല ഡാറ്റ ആക്സസ് ചെയ്ത്, സോ ഗെറ്റ് തന്നെ ഉപയോഗിക്കുക. അതായിരുന്നു ഇഷ്യൂ. ഓക്കെ, സോ നമ്മ ഗെറ്റ് ആൻഡ് ഓക്കെ ഇറ്റ്സ് വർക്കിംഗ്. നമുക്ക് നമ്മളുടെ വർക്ക് തുടങ്ങാം ശരിക്കുള്ള. ഓക്കെ, സോ നമ്മൾ ഡാറ്റ ആക്സസ് ചെയ്തു. നമുക്ക് ഈ ഡാറ്റ ഒരു വേരിയബിളിലേക്ക് ജസ്റ്റ് സേവ് ചെയ്യാം ഫോർ സിംപ്ലിസിറ്റി. ഓക്കെ, സോ ടൈറ്റിൽ എന്ന് പറഞ്ഞ വേരിയബിളിൽ ടൈറ്റിൽ ഈസ് ഈക്വൽ ടു ഗെറ്റ് ടൈറ്റിൽ എന്ന് ഞാൻ കൊടുത്തു. അതേപോലെ ഡിസ്ക്രിപ്ഷൻ സ്പോളായിട്ട് എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ സേവ് ചെയ്യുകയാണ്. ഓക്കെ, ഗെറ്റ് ഡിസ്ക്രിപ്ഷൻ, ഓക്കെ, ഡിസ്ക്രിപ്ഷൻ സേവ് ചെയ്തു. ആൻഡ് നമ്മൾ അതേപോലെ തന്നെ പോസ്റ്റ് അല്ലേ, അതാണ് നമ്മുടെ അടുത്തത്. അതിൻ്റെ ഉള്ളിൽ പോസ്റ്റ് നമ്മൾ സേവ് ചെയ്തു. ഓക്കെ, സോ നമ്മൾ 3 വേരിയബിൾ ഉണ്ടാക്കി. 3 വേരിയബിളിലേക്ക് നമ്മൾ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, പോസ്റ്റ് സേവ് ചെയ്തു. ഇനി നമുക്കിത് ഡാറ്റാബേസിലേക്ക് ഇടാം, ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ വീഡിയോയിൽ അതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഡാറ്റാബേസ് കണക്റ്റ് വേണം. അതല്ലാണ്ട് നമുക്ക് ഡാറ്റാബേസിലേക്ക് ഒരു ക്വറിയും ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ഡാറ്റാബേസ് കണക്റ്റ് ഉപയോഗിക്കാം. നമ്മൾ സെയിം ലെവൽ ആയിട്ടുണ്ട് തന്നെ നമുക്ക് ഈ കണക്റ്റ് തന്നെ ഉപയോഗിച്ചാലും വർക്കൗട്ട് ആവും. നമ്മളുടെ ഈ URL തന്നെ ഉപയോഗിച്ചാലും വർക്കൗട്ട് ആവും. നമ്മുടെ ഫയലിരിക്കുന്നത് അഡ്മിൻ ഡാഷ്ബോർഡിൻ്റെ ഉള്ളിലാണല്ലോ, ഇതിൻ്റെ ഉള്ളിലാണല്ലോ. സെയിം ഫയലിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഇവിടെ ഇരിക്കുന്നത്. സോ സെയിം ഡയറക്ടറി പാത്ത് ഉപയോഗിച്ചാലും വർക്കാവും. സോറി, ഓ വെയിറ്റ്. ഓക്കെ, സോ അത് ഓക്കെ. ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, സോ യാ ഇറ്റ്സ് വർക്കിംഗ്. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഡാറ്റാബേസിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ക്വറി കൊടുക്കണം. നമ്മളുടെ MySQL ക്വറി കൊടുക്കണം, എന്നാലേ നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. സോ ഇൻസേർട്ട് ചെയ്യാനുള്ള ക്വറി എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് ഇൻറ്റു എന്ന ക്വറി വെച്ചാണ് നമ്മൾ ഓരോ വാല്യൂ ആയിട്ട് ഇൻസേർട്ട് ചെയ്യേണ്ടത്. നമ്മളുടെ ഇവിടെ കൊടുക്കേണ്ടത് നമ്മുടെ ടേബിൾ നെയിമാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ. സോ ടേബിളിൻ്റെ നെയിം എന്താണ്? ബ്ലോക്ക് പോസ്റ്റ് അല്ലേ. സോ ടേബിളിൻ്റെ നെയിം, ദെൻ ID, okay, ID, then name, okay, ID വേണ്ട, sorry, name, description, okay, then blog, okay. സോ അതായത് നമ്മുടെ ഫീൽഡ്സ് നമുക്ക് ഇനി ഇൻസേർട്ട് ചെയ്യേണ്ട വാല്യൂ അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെയ്തെടുക്കാം. ടൈറ്റിൽ, then നമ്മുടെ ഡിസ്ക്രിപ്ഷൻ, then പോസ്റ്റ്, നമ്മുടെ പോസ്റ്റ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യേണ്ട വാല്യൂസ് എടുത്തു, ഇങ്ങോട്ടേക്ക് ഇട്ടു. ഇവിടെ തന്നെ. ഓക്കെ, സോ നമ്മുടെ ഇൻസേർട്ട് ചെയ്യേണ്ട വാല്യൂ നോക്കി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മുടെ കണക്ട് ക്വറിയിലേക്ക് ഈ SQL ജസ്റ്റ് കൊടുത്താൽ മതി പാരാമീറ്റർ ആയിട്ട്. ഓക്കെ, സോ ഇനി ഡാറ്റ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്കോ ന്യൂ റെക്കോർഡ് ക്രിയേറ്റ് എന്ന് കാണിക്കും. അല്ലെങ്കിൽ അതിൻ്റെ കണക്ട് എറർ എന്താണ് എറർ എങ്കിൽ അത് കാണിച്ചോളൂ. എററിൻ്റെ അവിടെ. സോ
ന്യൂ റെക്കോർഡ് ക്രിയേറ്റ്. നമ്മുടെ ഡാറ്റാബേസിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ പുതിയ ഡാറ്റ ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വർക്ക് ചെയ്തു, ഡാറ്റ ക്രിയേറ്റ് ആയി, ലൈക്ക് ഡാറ്റ എല്ലാം ക്രിയേറ്റ് ആയി, പക്ഷെ നമ്മൾ വേറെ പേജിലായിരിക്കണം അല്ലേ, തിരിച്ച് ഇപ്പുറത്തേക്ക് പേജിലേക്ക് വരണ്ടേ. അതാണ് ഇനി അടുത്തത്. കാരണം നമ്മുടെ യൂസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ വേറെ പേജിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർ ക്രിയേറ്റ് ആയി ഇനി തിരിച്ച് ബാക്കിലേക്ക് ബട്ടൺ നിൽക്കുക, അത് ഭയങ്കര ഒരു ഇംപ്രോപ്പർ അല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാക്ക് ബട്ടൺ കൊടുക്കാം, പക്ഷെ അല്ലാണ്ട് തന്നെ നമുക്ക് റീഡയറക്റ്റ് ചെയ്യാം. നമ്മളുടെ ഓതന്റിഫിക്കേഷനിൽ നമ്മൾ ചെയ്തിരുന്നു, ഓർമ്മയുണ്ടോ? ഓതന്റിഫിക്കേഷനിൽ നമ്മൾ ലൈക്ക് ഹെഡർ എന്ന് നമുക്ക് സാധനം കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്, കണ്ടില്ലേ? ഇതേ സെയിം മാറ്റർ തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ സക്സസ്ഫുൾ ആണെങ്കിൽ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിലും ഇവിടെ കൊടുക്കാം. ഓക്കെ, എറർ നമുക്ക് കമൻറ്റ് ഔട്ട് ചെയ്യാം. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കോഡ് അടിക്കാൻ നടക്കും. കല്ലേ തിരിച്ചിങ്ങാടേക്ക് വരും. സോറി, നമുക്ക് ഡാഷ്ബോർഡിലേക്കല്ലേ ചെയ്യണ്ട, അപ്പോൾ ഡാഷ്ബോർഡിൻ്റെ ഇത് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പം നമ്മൾ ഡാഷ്ബോർഡിലേക്ക് ഒരു പുതിയ പോസ്റ്റ് ഉണ്ടാക്കാം. സെയിം പേജ് സെയിം നെയിം എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. സേവ് ചേഞ്ചസ് തിരിച്ചു വന്നു, കണ്ടില്ലേ പുതിയ ഡാറ്റ കയറി. ആൻഡ് നമ്മൾ പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും പഠിച്ചങ്ങനെ. ഓക്കെ, താങ്ക് യു.